ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എയർ ഫ്രയറിൽ എങ്ങനെ പരിപ്പോട ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ അത് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇത് 2 മണിക്കൂറോളം കുതിർത്തി വെച്ച കടലപ്പരിപ്പാണ്. ആൾക്കാർക്ക് അനുസരിച്ചിട്ട് എടുക്കാട്ടോ, ഞങ്ങൾക്ക് ഇത്രയേ വേണ്ടുള്ളൂ, അതുകൊണ്ടാണ്. ഈ ചതച്ച് വെച്ചിട്ടുള്ളത് ചുവന്നമുളകും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി തൊലിയോട് കൂടി ഇടുമ്പോൾ എന്താ വെച്ചാൽ ഒന്നുകൂടി ഫ്ലേവർ കിട്ടും വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. എനിക്ക് അങ്ങനെയാണ് ഒന്നും കൂടി ഇഷ്ടം. പിന്നെ ഇത് സവാളയും പിന്നെ കറിവേപ്പിലയും കൂടി നുറുക്കിയിട്ടതാണ്. എനിക്ക് സവാള അതിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കണത് ഇഷ്ടമാകുകൊണ്ട് ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ അരച്ചതിൻ്റെ കൂടെ, ഈ ചതച്ച് വെച്ചതിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരയൊന്നും വേണ്ട, ലേശം ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ കടലപ്പരിപ്പ് ലേശം നമുക്ക് മാറ്റി വയ്ക്കാം. അതെന്തിനാ വെച്ചാൽ നമ്മൾ പരിപ്പോട കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, മുഴുവനോടുള്ള പരിപ്പും അതിലുണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ എല്ലാം കൂടി അരഞ്ഞു പോവില്ലേ, അപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്കാണ് കേട്ടോ ചതയ്ക്കണത്. കുറച്ച് അങ്ങനെ തന്നെ കിടക്കണമുണ്ടാവും പരിപ്പ്, അങ്ങനെ ഒരു രീതിക്കാണ് അരയ്ക്കുന്നത്. പിന്നെ ഇത് കുതിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ വെള്ളം ഫുള്ള് കളയാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഒരു അരിപ്പയിൽ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി. അപ്പം ഈ അരച്ചെടുത്തേക്ക് ഈ സവാളയും കറിവേപ്പിൻ്റെലയും കൂടിയും ചേർക്കാം. എനിക്ക് സവാള കുറച്ച് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്തത്. ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. പിന്നെ ആ പൊടി അരയ്ക്കാതെ വെച്ച പരിപ്പും ചേർക്കാം. പിന്നെ എല്ലാവരും ഇടുമെന്ന് അറിയില്ല, ഞാൻ ഇതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടും. കാരണം എനിക്ക് കുറച്ച് ചുവപ്പ് കളർ വേണമെന്നുള്ള ഇഷ്ടമുള്ള ആളാണ്, അപ്പോൾ അതിടും. പിന്നെ ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നീ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. ഇത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. വെള്ളമൊന്നും ചേർക്കണം എന്നില്ല. ഇനി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഉരുളയാക്കിയിട്ടെടുക്കാം. എങ്ങനെ ഉരുള ഉരുട്ടാനൊന്നും അറിയില്ല, എന്നാലും എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. 200 ഡിഗ്രിയിൽ നമ്മളൊരു 10 മിനിറ്റാണ് വെച്ച് കൊടുക്കണത്. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് നോക്കാം. നമ്മൾ എണ്ണ ചേർക്കാത്തതുകൊണ്ട് അങ്ങനെ നല്ല മുരിഞ്ഞ് വരുമൊന്നുമില്ല. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലേശം ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 10 മിനിറ്റ് അല്ലേ വെച്ചത്, ഇനി നമുക്കൊരു 5 മിനിറ്റ് വെച്ചിട്ട് നോക്കാം. ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ലേ, എന്നിട്ട് നോക്കാം. അപ്പം 5 മിനിറ്റ് വെച്ചിട്ട് സമയമായിട്ടുണ്ട്, നമുക്ക് എടുത്ത് നോക്കാം. റെഡി ആയിട്ടുണ്ട്, ഏകദേശം എല്ലാതും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് വെന്തിട്ടില്ല തോന്നുകയാണ്, പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളൊക്കെ. അപ്പോൾ എയർ ഫ്രയറിൽ ഇങ്ങനെയാണ് പരിപ്പോട ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ പരിപ്പോട എടുത്തതാണ്. ബ്രൗൺ നിറം അല്ലാത്തത് എന്താ വെച്ചാൽ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഉള്ളു വെന്തിടണമെന്നൊന്ന് നോക്കാം.
ഇത് കണ്ട ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഒന്നും കൂടിയും നന്നായി ബലത്തോടു കൂടി നിൽക്കും. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി പരിപ്പുവടയാണ്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും. ഫസ്റ്റ് നമ്മൾ ഒരു 10 മിനിറ്റിൽ 200 ഡിഗ്രിയിലാണ് വെച്ചത്. അതിന് ശേഷം മറിച്ചിട്ട് അതിന് ശേഷം ഒരു 5 മിനിറ്റിൽ 200 ഡിഗ്രിയിലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഏകദേശം നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പരിപ്പുവട ഉണ്ടാക്കാറുള്ളത്. എണ്ണയിൽ മുക്കിപ്പൊരിക്കുകയും വേണ്ട. പിന്നെ ഇതിൽ ചിലവർ ഈ നമ്മൾ ചുവന്നമുളകും വെളുത്തുള്ളിയും കൂടി അരച്ചില്ലേ, ഒന്ന് ചതച്ചെടുത്തില്ലേ, അതിൽ ചില ആൾക്കാർ പെരിഞ്ജീരകം ചേർക്കും. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയാലും നല്ലതാണ്.